മരണമാസം എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻ്റർവ്യൂവിനിടയിൽ ടൊവിനോ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദമാവുന്നത്. അതായത് ഈ സിനിമ സൗദിയിൽ നിരോധിച്ചു, കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുവൈറ്റിൽ ഒരുപാട് റീഎഡിറ്റ് ചെയ്തിട്ടാണ് ഇത് കാണിക്കാൻ അനുമതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിക്കാം, കാര്യങ്ങൾ പറയാം, പക്ഷെ മറ്റു രാജ്യങ്ങളുടെ നിയമത്തിൽ കയറി കൈകടത്താൻ നമുക്ക് അധികാരമില്ലല്ലോ. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ടൊവിനോ പറയുന്നു, ഇന്ത്യ പുരോഗതിയിലേക്കാണോ അധോഗതിയിലേക്കാണോ എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ പൊഴുത്തുകയും ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ടൊവിനോയുടെ ഈ ഇരട്ടത്താപ്പ് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതാണ്. ശരിക്കും ടൊവിനോ തോമസിന്റെ പുതിയ സിനിമയാണ് മരണമാസം. അല്ല, ഈ മരണമാസവുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. സത്യത്തിൽ ഇന്ത്യയിലല്ല, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ, നമുക്കറിയില്ല, അറബ് രാജ്യങ്ങളിൽ പണ്ട് മുതലേ പല നിയന്ത്രണങ്ങളുണ്ട്. അതായത് അവിടെ സിനിമാ തിയേറ്ററുകൾ പോലും ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിൽ നിന്നൊക്കെ അവർ ഒരുപാട് പുരോഗമിച്ചുവെങ്കിലും അവിടെ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടതോ ഒക്കെയായ ചിത്രങ്ങൾക്ക് ഇപ്പോഴും വിലക്കുകളുണ്ട്. ഈ മരണമാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചില രംഗങ്ങൾ പ്രദർശിപ്പിക്കാൻ പറ്റില്ലെന്ന് സൗദി നിലപാടെടുക്കുന്നു, കുവൈത്ത് നിലപാടെടുക്കുന്നു. അപ്പോൾ ഇത്തരം നിലപാടെടുക്കുമ്പോൾ ആ സിനിമയുടെ ആത്മാംശം തന്നെ നഷ്ടപ്പെടുമെന്നാണ് ടൊവിനോ തോമസ് പറയുന്നത്. ഇപ്പോൾ ബേസിൽ ജോസഫിനും ഒക്കെ അഭിപ്രായമുണ്ട്, പക്ഷേ വ്യക്തമായ നിലപാടുമായിട്ട് വന്നത് ടൊവിനോ തോമസ് ആണ്. അപ്പോൾ ടൊവിനോ തോമസ് ഒരു നല്ല നടൻ എന്ന നിലയിൽ, നല്ല സിനിമാ താരം എന്ന നിലയിൽ മലയാളികളൊക്കെ അംഗീകരിച്ചാണ്. പക്ഷേ ടൊവിനോ തോമസ് അവസാനം പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയോ? അതായത് അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി ആയിക്കോട്ടെ കുവൈത്ത് ആയിക്കോട്ടെ, അവിടെയൊക്കെ ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടേ? ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ചിലപ്പോൾ വെട്ടിമാറ്റേണ്ടി വരും, ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും, ശബ്ദം മ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെ പറ്റും. കാരണം എന്താ പറയുക, ആ രാജ്യത്തെ നിയമങ്ങൾ കർക്കശമാണ്, അവിടെ എതിർ ശബ്ദം പാടില്ല. അപ്പോൾ ഇന്ത്യയിലോ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എന്തുമാകാം എന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ ഇത്തരം നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വരാം. അല്ലെ, സെൻസർ ബോർഡ് ഇങ്ങനെ നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി, അതിലെ വലിയ പ്രശ്നം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പുരോഗതിയിലേക്കാണോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ഈ രാജ്യത്ത് എന്ത് പുരോഗതിയാണ് നടക്കുന്നത്? വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കൂ, അവിടെ മെട്രോ സംവിധാനങ്ങളില്ലേ, അവിടെ കാറിലെ ആഡംബര വാഹനങ്ങൾ, വീടുകൾ, ഇതൊന്നും നമുക്കില്ല. അപ്പോൾ ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് ഇന്ത്യൻ പൗരനായി ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തെ, സ്വന്തം രാജ്യത്തെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുക? അപ്പം വിദേശ രാജ്യങ്ങളാണ് നല്ലതെന്നും അറബ് രാജ്യങ്ങളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ വരുത്തിയാൽ നമ്മൾ അതിനെ അനുസരിക്കണമെന്നും അവിടുത്തെ നിയമങ്ങൾ കർക്കശമാക്കണമെന്നും ആണെന്നും ഒരു സിനിമാ താരം പറയുന്നു. അപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ കർശനമല്ലേ? ഇന്ത്യയിലെ നിയമങ്ങൾ കർക്കശമാക്കേണ്ടേ? ഇന്ത്യയിൽ ഇത്തരം നിലപാടെടുത്താൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരുപാട് പേര് വരും. അപ്പം തനിക്കൊപ്പം കൂടാൻ നിൽക്കുന്ന ആൾക്കാരൊന്നും തൻ്റെ ഫോളോവേഴ്സോ തൻ്റെ ഫാനോ ആകണമെന്നില്ല. രാജ്യവിരുദ്ധ ശക്തികളായിട്ട് നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ തന്നെ പതുക്കെ ടൊവിനോ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്നാലെ കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങളെ വെല്ലുവിളിക്കാൻ സാധിക്കും. എന്തിനാണ് സ്വന്തം രാജ്യത്ത് ജീവിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ കുറ്റപ്പെടുത്തി ഇയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ ഈ സിനിമാ താരത്തെക്കുറിച്ച്? തീർച്ചയായിട്ടും. ടൊവിനോ തോമസ് 2018 പ്രളയകാലത്തൊക്കെ കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചതും ഒക്കെ കണ്ടപ്പോൾ നമ്മളൊരു ഹീറോ ആയിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ നിങ്ങൾ തെറ്റുകൾ തിരുത്താം. ഇന്ത്യൻ സർക്കാരോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളോ ഏതെങ്കിലും മേഖലയിലുള്ള ആൾക്കാരോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തിരുത്തുക തന്നെ വേണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ. പക്ഷേ ഇന്ത്യയുടെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഇന്ത്യയിൽ ഇരുന്നിട്ട് എല്ലാ സ്വാതന്ത്ര്യവും ആസ്വദിച്ചിട്ട് പറയുകയാണ് മറ്റ് രാജ്യങ്ങളുടെ നിയമങ്ങളെ നമ്മൾ അനുസരിക്കണം. പക്ഷേ ഇന്ത്യയിലെ നിയമങ്ങൾ, ഇന്ത്യ ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ ഉള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആ സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യയിൽ സർക്കാർ പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടായേനെ, നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചേനെ, ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു കൊണ്ടുവന്നേനെ, സിനിമാ സംഘടനകൾ രംഗത്തെത്തിയേനെ, മട്ടാഞ്ചേരി ഗ്യാങ്ങിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നേനെ. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കൈകടത്തൽ. ഇത് ഇന്ത്യയല്ല, ഇത് താലിബാനല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ താലിബാനിസം കൊണ്ടുവരും, താലിബാനിലെ നിയമങ്ങളെപ്പോലും അംഗീകരിക്കുന്നവരാണ് ഈ ഇരുന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൗദിയിലേക്ക് പോകണം. നിങ്ങൾ അവിടുത്തെ അവിടുത്തെ നിയമങ്ങളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയില്ല എങ്കിൽ, അവിടുത്തെ രാജ്യങ്ങളുടെ നിയമങ്ങളാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കരുത്. സൗദിയിലോ കുവൈറ്റിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ പോയി പൗരത്വം സ്വീകരിക്കണം. ഇന്ത്യൻ പൗരനായി നിന്നുകൊണ്ട് ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാൽ അതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഇത്തരക്കാർ ഇനിയും ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കും. അപ്പോൾ സിനിമാ താരങ്ങളായിക്കോട്ടെ, കലാപ്രവർത്തകരായിക്കോട്ടെ, ഇവർക്കെല്ലാം ആവശ്യം എന്താ? ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുക, ഇന്ത്യ വിരുദ്ധ നിലപാട് പരസ്യമായി പറയുക. അപ്പോൾ വലിയ കയ്യടി കിട്ടും, കുറേ ആളുകൾ പിന്തുണയ്ക്കാനായിട്ടും. ഇവിടെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ സിനിമയിലെ പല രംഗങ്ങളും തങ്ങളുടെ നാട്ടിൽ പ്രദർശിപ്പിക്കും
പ്രദർശിപ്പിക്കാൻ പറ്റില്ല. ആ രാജ്യം തീരുമാനമെടുത്തു. അപ്പോൾ സൗദി അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ സൗദി ചെയ്യുന്നത് ശരിയല്ല, ഞങ്ങൾ മലയാളികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലാണ്, അവിടെയും നിരവധി മലയാളികളുണ്ട്. എന്താ പറയാത്തത്? അവിടെ പേടിയാ. അവിടെ ഫിലിം പ്രൊമോഷനുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ പിടിച്ച് അകത്തിടുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ഇനി കുവൈത്ത്, അവർ പറയുന്നു ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. ട്രാൻസ്ജെൻഡേഴ്സുമായിട്ടുള്ള വിഷയങ്ങളിൽ, ദൃശ്യങ്ങളിൽ, ശബ്ദ സംഭാഷണങ്ങളിൽ പലതും ഞങ്ങളുടെ രാജ്യത്ത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചാൽ മതി. തീർന്ന് പെട്ടി മടക്കി കെട്ടി ഇങ്ങോട്ട് പോരേണ്ടി വരും. ഇതേ സാധനം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്താണ് നടക്കുന്നതെങ്കിൽ, ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് ഈ നിയമങ്ങൾ ബാധകമല്ല. മലയാള സിനിമ വളരാനായിട്ട് ശ്രമിക്കുമ്പോൾ രാജ്യം കൂപ്പുകുത്തുകയാണ്. ഇന്ത്യ പുരോഗതിയിലേക്ക് പോകുന്നില്ല, പകരം അധോഗതിയിലേക്ക് കൂപ്പുകുത്തുന്നു. അപ്പോൾ നമ്മുടെ മലയാള സിനിമയും അത് കടലിലേക്ക് തള്ളിത്താഴ്ത്തു. എന്തൊക്കെ വേണമെങ്കിലും പറയാം. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എല്ലാ അംഗീകാരവും ലഭിക്കുന്ന ഈ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ സ്വന്തം രാജ്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ഇവർ ഈ പ്രസ്താവന ഇറക്കുന്നത്? ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. മലയാള സിനിമയെ ഇന്ന് നിയന്ത്രിക്കുന്ന ചില മാഫിയകളുണ്ട്. ഈ മാഫിയകളുടെ പ്രധാന അജണ്ടകൾ ചിലത് എന്ന് പറയുന്നത് രാഷ്ട്രവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുക. ഈ അടുത്ത സമയത്ത് മോഹൻലാലുമായി ബന്ധപ്പെട്ടിറങ്ങിയ സിനിമ എത്ര വലിയ വിവാദമായി. എന്താണ് അതിനകത്തെ കണ്ടന്റ്? രാജ്യവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ചില ക്യാരക്ടേഴ്സ് അവർക്ക് തീവ്രവാദികളുടെ പേരിടുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ. ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് ഇപ്പോൾ സൗദിക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ, എന്തിന് ഇറാഖിനെതിരെ പോലും ഇത്തരം കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു സിനിമ എടുത്തിട്ട് അറബ് രാജ്യത്തേക്ക് ചെല്ലും. എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അവിടെ നിയമങ്ങൾ കർക്കശമാണ്. അവിടെ പ്രതിഷേധങ്ങളൊന്നും വിലപ്പോവില്ല. ഇവിടെ എന്താണ്? ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും അവൻ്റേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭം നടത്താൻ ഇറങ്ങുന്നു. അങ്ങനെ പ്രക്ഷോഭം നടത്താൻ ഇറങ്ങിയാൽ രാഷ്ട്രീയ ഭേദമന്യേ രാജ്യവിരുദ്ധരായ ആളുകൾ പ്രൊട്ടക്ഷൻ ഒഴുക്കും എന്നുള്ള ഒരു ധൈര്യമുള്ളത് കൊണ്ടാണ് ഇത്തരക്കാർക്ക് ഇങ്ങനെ പറയാൻ ധൈര്യം കിട്ടുന്നത്. മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു വൻ ശക്തിയായിട്ട് ഉയരുന്നു എന്ന് അമേരിക്ക ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും സമ്മതിക്കുന്നു. ആ സമയത്താണ് ഇന്ത്യയിലെ വളരെ ചെറിയൊരു സംസ്ഥാനമായ കേരളം, ഈ കേരളത്തിലെ മലയാള സിനിമയിൽ മാത്രം തിളങ്ങി നിൽക്കുന്ന ടൊവിനോ തോമസ് എന്ന് പറയുന്ന നടൻ പറയുകയാണ്, രാജ്യം പുരോഗതിയിലേക്കാണ് പോകുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, അവസരം വരട്ടെ ഞാൻ പറയാമെന്ന്. ലജ്ജ തോന്നുന്നില്ല ഇയാൾക്കൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ? ഇയാൾക്ക് പറ്റില്ലെങ്കിൽ ഇയാൾ മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കട്ടെ, അതല്ലേ നല്ലത്? അറബ് രാജ്യങ്ങളാണ് സ്വർഗം, അവിടെയാണ് ഏറ്റവും നല്ല ജീവിത സൗകര്യം, അവിടേക്ക് പോട്ടെ. അത് പറ്റില്ല. അപ്പോൾ സ്വാതന്ത്ര്യം പരമാവധി വിനിയോഗിക്കാനും അത് ദുരുപയോഗം ചെയ്യാനും സ്വന്തം രാജ്യം വേണം. അപ്പോൾ ഇവിടെ ഓരോ പൗരനും അനാവശ്യമായ അധികാരങ്ങളും അവകാശങ്ങളുമൊക്കെ പകർന്നു കൊടുക്കുന്നതുകൊണ്ടാണ് രാജ്യത്തിന് മുന്നിൽ, അല്ലെ സ്വന്തം രാജ്യത്തെ വേറൊരു നാട്ടിൽ പോയിരുന്ന് കുറ്റം പറയാൻ പറ്റുന്നത്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് സൗദി അറേബ്യ മോശമാണെന്നോ കുവൈറ്റ് മോശമാണെന്നോ ഉള്ള ഒരു പ്രസ്താവന ഇവർ നടത്തി നോക്കട്ടെ. നാളെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് അവിടുത്തെ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് അവർ അനുഭവിക്കും. അപ്പോൾ ടൊവിനോ തോമസിൻ്റെ നിലപാടുകളെ എല്ലായ്പ്പോഴും എല്ലാ രാജ്യക്കാരും അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുമ്പോൾ ആ രാജ്യത്തിന് അത്തരം ക്യാരക്ടറുകളെ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ തള്ളിക്കളയുക. അതിനിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷേ അതിന് വേണ്ടിയിട്ട് ജന്മനാടിനെ കുറ്റം പറയുന്ന, ജന്മനാടിനെ തള്ളി പറയുന്ന ഇത്തരത്തിലുള്ള താരങ്ങളെ മലയാളത്തിലെ പ്രേക്ഷകരെങ്കിലും ഇനി തിരിച്ചറിയും. ആ പ്രേക്ഷകർ ശക്തമായ നിലപാടെടുക്കും. എന്തിന്? പൃഥ്വിരാജിനും മോഹൻലാലിനും എതിരെ വരെ ഉണ്ടായ വികാരം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ടൊവിനോ തോമസ് അതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാവിക്ക് നല്ലതായിരിക്കും എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ടൊവിനോ ഇന്ത്യ വിട്ട് മറ്റേതെങ്കിലും രാജ്യത്ത് പോയി സ്വതന്ത്രനായി ജീവിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.